ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അബിക്കുട്ടിക്ക് ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. ഇതിന് മുമ്പത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞങ്ങൾ മുമ്പ് പോയി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കർക്കിടക മൈലാഞ്ചിയാണ് കേട്ടോ. അമ്മയും മല്ലിച്ചിറ്റയും ഞാനും അബിക്കുട്ടിയും കൂടിയിട്ടാണ് ഫൈനൽ ഗോൾഡ് സെലക്ഷന് വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ മെട്രോയിലാണ് പോയത്, ഇടപ്പള്ളി എത്തി. അങ്ങനെ നമ്മൾ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. കുറേ തിരക്കായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം സൺഡേ ആണ് ഞങ്ങൾ പോയത്, നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് എടുത്ത് കാണിച്ചു തരാനൊന്നും അവിടുത്തെ സെയിൽസ് ചേട്ടന്മാരൊക്കെ ബിസി ആയിരുന്നു. ഫൈനലി നമുക്ക് പരിചയമുള്ള ജിജോ ചേട്ടനും ഫ്രണ്ടും കൂടെ വന്നു. അവരാണ് നമുക്ക് ഗോൾഡൊക്കെ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത് കേരള ഗോൾഡിലേക്കാണ്. നമ്മളിതിന് മുമ്പ് വന്നപ്പോൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതും കേരള ഗോൾഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് പുതിയ മോഡൽസ് നാഗാസിലും അതുപോലെ തന്നെ ആൻറ്റിക്കിലൊക്കെ വന്നപ്പോൾ അത് കാണിച്ചു തന്നപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. നാഗാസിൽ തന്നെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സിമ്പിൾ, നല്ല ചോക്ലേറ്റ് ടൈപ്പാണ്. പക്ഷേ എനിക്ക് എപ്പോഴും നമ്മൾ സ്റ്റോൺ ഉള്ളത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. റൂബി സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഈ മാലയ്ക്കൊക്കെ റൂബി സ്റ്റോൺ ആണ്. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. റൂബി സ്റ്റോൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ആ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ നോർമൽ സ്റ്റോൺ ആണെങ്കിൽ അത് ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് മാലകളൊക്കെ വെച്ച് നോക്കി മാച്ചിങ് ആവുന്നുണ്ടോ ഇല്ലേന്നൊക്കെ. പിന്നെ ഒരു മാല വന്നിട്ടുണ്ടായിരുന്നു അവിടെ, പുതിയ സ്റ്റോക്കാണത്. നല്ല ബ്ലൂ കളറ് റൂബി സ്റ്റോൺ ആണ് അത് വെച്ചേക്കുന്നത്. നാഗാസി തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ വെഡ്ഡിങ് ഡ്രസ്സിന് അത് മാച്ച് അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല. കാല് കാണുന്നില്ല. എൻ്റെ പാദസരം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. പാദസരം വാങ്ങിക്കുമ്പോൾ എപ്പോഴും 2 പവനിൽ കൂടുതൽ വാങ്ങിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കത് നോക്കാം. കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ പാദസരം മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അത് മാറ്റി. വേറൊന്നുമല്ല, ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അപ്പോൾ ഈ ഒരു മോഡലാണ് എടുത്തേക്കുന്നത്. എൻ്റെ പഴയ പാദസരം ഇത് തന്നെയായിരുന്നു, പക്ഷേ ഇച്ചിരി കൂടെ വീതി കൂട്ടി തൂക്കം കൂട്ടി എടുത്തു. അപ്പോൾ ഇത് പരസ്പരം മോഡലാട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഇത് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ നോർമലി ഗോൾഡൊന്നും അങ്ങനെ പൊട്ടാത്തതാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. വലിച്ചിട്ട് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇനി നമുക്ക് കല്യാണ പെണ്ണിന് വേണ്ടിയിട്ടുള്ള വളകൾ നോക്കാം. അവളുടെ കൈ ഒട്ടും ഒതുങ്ങാത്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിലെ ഏറ്റവും വലിയ വളകൾ തന്നെ നമുക്ക് വേണ്ടി വന്നു. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന എല്ലാം ഒരേ മോഡൽ വള തന്നെയാണ്. അതുപോലെ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള വളകളൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കവർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ വളയിട്ട് കോർത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇടാൻ ഭയങ്കര എളുപ്പമാട്ടോ. പുതിയൊരു ഐഡിയയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞങ്ങളെ റീഗൽ ജ്വല്ലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരുൺ ഏലിയാസ് എന്ന് പറയുന്ന ചേട്ടനാണ്. ആളിവിടുത്തെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചേട്ടനാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ്ലി റീഗൽ ജ്വല്ലേഴ്സിൽ വരണം, ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരുൺ ചേട്ടനെ വിളിച്ചാൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പറൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അരുൺ ചേട്ടന് ബിഗ് താങ്ക് യു. ഗൈസ്, ഈ മാല എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? 15 പവൻ്റെ ഒരു മാലയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരെണ്ണം മതി അല്ലേ? ശരിക്കും ഒരു വെഡ്ഡിങ് ആയാലും വേറെ ഏത് ഫംഗ്ഷൻ ആയാലും നമുക്ക് സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ ഈ ഒരൊറ്റ മാല മതി. കംപ്ലീറ്റ് നല്ല ഒരു എലഗൻറ്റ് ലുക്കല്ലേ? എന്ത് രസം. ഞാനും വെച്ചൊക്കെ നോക്കി, പക്ഷേ എൻ്റെ കോസ്റ്റ്യൂം ഒട്ടും ഗോൾഡിനോട് മാച്ച് അല്ലാത്തത് കൊണ്ട് അത് വെച്ചിട്ട് വലിയ ഭംഗിയൊന്നും തോന്നിയൊന്നുമില്ല. മല്ലിച്ചിട്ട് പറയാണ് കഴുത്തിൽ ബെൽറ്റ് ഇട്ട പോലെ ഉണ്ടെന്ന്. അതാണ് അത്രയും ചിരിക്കുന്നത്.
എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് മാലകളുണ്ട് കേട്ടോ റീഗൽ ജ്വല്ലേഴ്സിൽ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ, ഇപ്പോൾ ഒരുപാട് ജ്വല്ലറീസൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ കാണുന്നത് റീഗലിലാണ്. പക്ഷെ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരും. അറ്റ് ലാസ്റ്റ് നമ്മൾ അബിക്കുട്ടിയുടെ മാലകളൊക്കെ സെലക്ട് ചെയ്തു. പക്ഷേ ആൾ കുറച്ച് ഡൗട്ടഡ് ആണ്. ഫസ്റ്റത്തെ മാല മാറ്റി ആൾക്ക് നമ്മൾ ആദ്യം കണ്ട നാഗാസിലെ ഒരു മാലയില്ലേ, അതാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അത് തന്നെ നമ്മൾ എടുത്ത് പെയർ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഭംഗിയുണ്ട്. ഫൈനലി അത് നമ്മൾ എടുത്തു കേട്ടോ. സോ ഇതാണ് നമ്മൾ ഈ 3 മാല പോലെയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഇത് ജിജോ ചേട്ടൻ, നമ്മുടെ റീഗലിലെ ചേട്ടൻ, അടിപൊളിയാട്ടോ, നല്ല കസ്റ്റമർ സർവീസാണ് ഇവരുടെ. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണ്. ഫൈനലി ഇതാണ് നമ്മുടെ ജ്വല്ലറി സെറ്റ് ചെയ്ത് വെച്ച് തന്നേക്കുന്നത് അവർ. പിന്നെ ഞാൻ ഓരോന്നായിട്ട് അബിക്കുട്ടിക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കിട്ടുന്നതൊക്കെ ഞാനും വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു കണ്ടോ. അങ്ങനെ ഓരോന്ന് ഊരി കൊടുത്തു. ഇനി നമുക്ക് അവൾക്ക് ഡെയിലി യൂസിന് ഇടാൻ പറ്റുന്ന കുറച്ച് മാലകൾ നോക്കാം. നല്ല ഡിസൈനാണ് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ അത് നമ്മുടെ റോസ് ഗോൾഡ് സിമ്പിളായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാര്യമായിട്ടോ, വേണമെങ്കിൽ എടുത്തോ. അത് നല്ലത്. മറ്റേ നമ്മുടെ ഗോൾഡ് 18 ക്യാരറ്റിൻ്റെ വാങ്ങിച്ചാൽ മതി അമ്മ. അതിൽ കുറേ മോഡൽസ് ഉണ്ട്. കാണിക്കൂ. ഞാൻ ഇത്രയും ബിരിയാണി ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബിരിയാണി കഴിക്കണേ. ഞാൻ ഹാഫ് ബിരിയാണിയൊക്കെ കഴിക്കാറുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണ് വന്നേക്കുന്നത്. പേരെന്തായിരുന്നു ഹോസ്പിറ്റലിൻ്റെ? എടപ്പള്ളി ഹോസ്പിറ്റൽ, MJ ഹോസ്പിറ്റൽ എടപ്പള്ളി. ഇവിടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. നല്ല അടിപൊളി ബിരിയാണി. ഫസ്റ്റ് ടൈം ഞാൻ ഇത്രയും കഴിച്ചത്. ഞാനെന്നെ മുടി വെട്ടി കൂട്ടത്തിൽ ഞാൻ അറിയുന്നത് അങ്ങനെ പറ്റുന്നുണ്ടോ? റൗണ്ട് ലെയർ ആണ് വെട്ടിയേക്കുന്നത്. ചേട്ടൻ്റെ വീട് എവിടെയാ? തൃശ്ശൂരാ. കുന്നംകുളം അല്ലേ? ഞാൻ കുന്നംകുളം അല്ല, മാള സൈഡ്. നമുക്കിനി കമ്മലുകൾ എടുക്കണം. അവൾക്ക് പറ്റുന്ന കല്യാണത്തിന് വേണ്ടിയിട്ടൊരു ജുംക്ക, അതൊന്നും നമ്മൾ ഗോൾഡിൽ വാങ്ങിക്കുന്നില്ല കേട്ടോ. ബിക്കോസ് അതൊന്നും നമ്മൾ റീയൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനു വെറുതെ. അപ്പോൾ ചെറിയ ചെറിയ കമ്മലുകൾ 2 വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മൂക്കുത്തി നോക്കുവാണ്. എനിക്കൊരു റിങ്, ഞാൻ എപ്പോഴും റിങ് ഫാൻസിയാണ് ഇടാറുള്ളത്. അപ്പോൾ അത് എനിക്ക് ഗോൾഡ് ഒരെണ്ണം പ്ലെയിൻ റിങ് വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ അതില്ല. നമ്മൾ പിന്നെ കസ്റ്റമൈസ് ചെയ്ത് പണിയിപ്പിക്കാനൊക്കെ വേണം. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാനൊരു വലിയ മൂക്കുത്തി ഇട്ട് നോക്കി, പക്ഷേ എനിക്ക് ചേരുന്നില്ല. അല്ലേ, എനിക്ക് എൻ്റെ പഴയ മൂക്കുത്തി തന്നെയാണ് മാച്ച്. ഈ ചേട്ടൻ പറയണ പുതിയത് വാങ്ങിക്കാൻ. എൻ്റെ മൂക്കിന് ഭംഗിയില്ല. ഇത് നല്ലതാ. നല്ലതാ.
അങ്ങനെ അതിൻ്റെ ഇടയിൽ അമ്മ മൂക്കൊക്കെ ഒന്നുകൂടെ കുത്തി. ഓൾറെഡി അത് അടഞ്ഞു പോയി മൂക്ക്, അതാണ്. അപ്പോൾ അബിക്കുട്ടി സെക്കൻഡ് സ്റ്റഡൊക്കെ കുത്തുന്നു എന്നറിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരാഗ്രഹം, അപ്പോൾ അങ്ങനെ വീണ്ടും കുത്തിയിരിക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്കും എനിക്കും എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. എനിക്ക് അങ്ങനെ നോർമലി ആരുമായിട്ട് എൻ്റെ ഫേസ് കട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്, കമ്മലും മോതിരങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളെ ജിജോ ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡയമണ്ട് സെക്ഷനിലേക്കാണ്. ഇവിടെ പുതിയതായിട്ട് വന്നേക്കുന്ന ഡയമണ്ട് പീസാണിത്. 22 lakhs മാലയും വിത്ത് കമ്മലും കൂടിയിട്ടാണ്. 22 lakhs അത് വേർത്താണ് കേട്ടോ. സീരിയസ്ലി ഓരോ സ്റ്റോണും അത്ര ബ്യൂട്ടിഫുള്ളി ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണ് അവർ ഓരോ സ്റ്റോണും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് 9 lakhs ഡയമണ്ട് സെറ്റാണ്. അപ്പോൾ അബിക്കുട്ടി അതൊക്കെ ഇട്ട് നോക്കി, പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പിന്നീടായാലും വാങ്ങിക്കാം അല്ലേ. അങ്ങനെ ഞാൻ പിന്നെ 22 lakhs മാലയൊക്കെ ഇട്ട് നോക്കി. ഇതിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വരണം. എനിവേ ഞാൻ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ പുതിയ ഐറ്റംസൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന്. ഓരോ തവണ വരുമ്പോഴും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കളക്ഷൻസാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് റീഗലിൻ്റെ ഒരു വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി എല്ലാ ജ്വല്ലേഴ്സിലും നമുക്ക് പണിക്കൂലി വരുന്നത് ഇത്ര ശതമാനം, 12%, 7% ഒക്കെയാണ് മിനിമം വരിക. മാക്സിമം കുറച്ച് തരുമ്പോഴും അവരൊരു 6% ആയിരിക്കും നമുക്ക് തരിക. പക്ഷേ ഇവിടെ നമുക്ക് ഇവരുടെ പണിക്കൂലി ഹോൾസെയിൽ റേറ്റിനാണ് ഇവർ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമുക്ക് പണിക്കൂലി വെറും 3% ഉള്ളത് കേട്ടോ. അത് മേ ബി അതായിരിക്കണം ഇവിടെ ഇത്രയധികം കസ്റ്റമേഴ്സും വരുന്നത്. അത്ര തിരക്കാണ് കേട്ടോ ഓരോ ദിവസവും റീഗൽ ജ്വല്ലേഴ്സിൽ. മെയിൻലി കളക്ഷൻസ് അടിപൊളിയാണ്. ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുണ്ട്. ഡെയിലി യൂസിന് പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ പാദസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. തന്നെ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ജിജു ചേട്ടൻ ഇട്ട് തരുന്നത്. പിന്നെ എനിക്കിച്ചിരി ലൂസായിരുന്നു പാദസരം, അതൊന്ന് വെട്ടി ചെറുതാക്കിയും കൂടെ തന്നായിരുന്നു. അങ്ങനെ ഞാനിതൊക്കെ ഇട്ട് ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പർച്ചേസിങ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ്. ബൈ ബൈ. അപ്പോൾ എല്ലാവരോടും നമുക്ക് ബൈ പറയാം. ഇത് ഗോകുൽ ചേട്ടനാണ്. ഗോകുൽ ചേട്ടൻ എൻ്റെ നാട്ടുകാരനാട്ടോ. ഈ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് മെട്രോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.